പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 4th സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ഇപ്പോൾ 5th സെമസ്റ്ററിൽ എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ഒരു സംശയമായിരിക്കും ഓപ്പൺ കോഴ്സ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ ഓപ്പൺ കോഴ്സ് എന്താണ്, അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഓപ്പൺ കോഴ്സ് എന്താണെന്നുള്ളത് പറയുമ്പോൾ 5th സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറിൻ്റെ പേരാണ് ഓപ്പൺ കോഴ്സ് എന്നുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രി ചെയ്യുന്നവർക്കും റെഗുലറായിട്ട് ഡിഗ്രി ചെയ്യുന്നവർക്കൊക്കെ ഉള്ള പേപ്പറാണ് 5th സെമസ്റ്ററിൽ ഓപ്പൺ കോഴ്സ് എന്നുള്ള പേപ്പർ. അപ്പോൾ ഓപ്പൺ കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു പേപ്പർ 5th സെമസ്റ്ററിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഡിഗ്രി ചെയ്യുന്നത്, ഉദാഹരണത്തിന് നിങ്ങൾ BCom ഡിഗ്രി ചെയ്യുന്ന ആളാണ്, ആ വിദ്യാർത്ഥിക്ക് BComൻ്റെ പേപ്പർ അല്ലാത്ത മറ്റേതെങ്കിലും വിഷയങ്ങളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിഗ്രി സബ്ജക്റ്റിൻ്റെ ഒരു പേപ്പർ ഓപ്പൺ കോഴ്സായിട്ട് പഠിക്കേണ്ടി വരും. ഇനി നിങ്ങൾ BA ഹിസ്റ്ററിയിലാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, ഹിസ്റ്ററിയുടെ ഓപ്പൺ കോഴ്സ് അല്ലാത്ത ഹിസ്റ്ററിയുടെ പേപ്പർ അല്ലാത്ത മറ്റൊരു പേപ്പർ ഓപ്പൺ കോഴ്സായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ വിഷയം ഏതാണോ അതിൽ നിന്നല്ലാത്ത ഒരു സബ്ജക്റ്റ് ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നത്. ഓപ്പൺ കോഴ്സുമായി ബന്ധപ്പെട്ട് 5th സെമസ്റ്ററിലാണുള്ളത്. നിങ്ങളുടെ വിഷയം ഏതാണോ അതല്ലാത്ത മറ്റൊരു വിഷയത്തിലുള്ള ഒരു പേപ്പറാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഏതൊക്കെയാണ് ഓപ്പൺ കോഴ്സ് പേപ്പർ, ഏത് തിരഞ്ഞെടുക്കുമെന്നുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഓപ്പൺ കോഴ്സ് പേപ്പറുകൾ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ 14 ഓപ്പൺ കോഴ്സ് പേപ്പറുകളാണ് ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. റെഗുലർ വിദ്യാർത്ഥികൾക്ക് അവരവരുടെ കോളേജിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഓപ്പൺ കോഴ്സ് പേപ്പറുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് 14 പേപ്പറുകൾ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ വെബ്സൈറ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഇ കോമേഴ്സ് എന്ന് പറയുമ്പോൾ BComൽ ഡിഗ്രി ചെയ്യുന്ന BBAയിൽ ഡിഗ്രി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എടുക്കാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഇ കോമേഴ്സ് എന്നുള്ളത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് ദോസ് BBA ആൻഡ് BCom പ്രോഗ്രാം. BA ഹിസ്റ്ററി ചെയ്യുന്നവർക്ക് ഇ കോമേഴ്സ് എടുക്കാം ഓപ്പൺ കോഴ്സായിട്ട്. BA പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നവർക്ക് ഓപ്പൺ കോഴ്സായിട്ട് ഇ കോമേഴ്സ് എടുക്കാം. ആ രീതിയിൽ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നത് ആ വിഷയത്തിൻ്റേതല്ലാത്ത മറ്റൊരു വിഷയം എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ കോഴ്സ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി ചലച്ചിത്ര പഠനം ഇവിടെ രണ്ടാമത് കൊടുത്തിട്ടുണ്ട്. ഈ ചലച്ചിത്ര പഠനം എന്നുള്ളത് BA മലയാളം പ്രോഗ്രാമിൻ്റെ ഓപ്പൺ കോഴ്സാണ്. പക്ഷേ BA മലയാളം പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചലച്ചിത്ര പഠനം എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാവർക്കും, നിങ്ങൾ സോഷ്യോളജിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചലച്ചിത്ര പഠനം എടുക്കാം. നിങ്ങൾ ഹിസ്റ്ററിയിലാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചലച്ചിത്ര പഠനം എടുക്കാം. ഇനി സ്പോക്കൺ ഹിന്ദി മൂന്നാമത്തത്. BA ഹിന്ദി അല്ലാത്ത ആർക്ക് വേണമെങ്കിലും സ്പോക്കൺ ഹിന്ദി എന്നുള്ള ഈ ഒരു ഓപ്പൺ കോഴ്സ് സെലക്ട് ചെയ്യാം. ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ അത് മറ്റൊരു ഓപ്പൺ കോഴ്സാണ്. ഫിലോസഫിയിൽ ഡിഗ്രി ചെയ്യുന്നവരല്ലാത്ത ആർക്ക് വേണമെങ്കിലും ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പേപ്പർ ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യാം. ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഏകദേശം ഒരുപാട് ആൾക്കാർ ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നൊരു പേപ്പറാണ് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത്. ഈ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഫോർ ഓൾ കാൻഡിഡേറ്റ്സ് എക്സെപ്റ്റ് ദോസ് BA പൊളിറ്റിക്കൽ സയൻസ് പ്രോഗ്രാം. പൊളിറ്റിക്സ് പഠിക്കുന്നവരല്ലാത്ത ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം, ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ എന്നുള്ള പേപ്പർ സെലക്ട് ചെയ്യാം. നിങ്ങൾ സോഷ്യോളജി സ്റ്റുഡൻസ് ആണോ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇന്ത്യ സെലക്ട് ചെയ്യാം. നിങ്ങൾ ഹിസ്റ്ററി സ്റ്റുഡൻസ് ആണോ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾ BCom സ്റ്റുഡൻസ് ആണോ നിങ്ങൾക്ക് ഹ്യൂമൻ റൈറ്റ്സ് സെലക്ട് ചെയ്യാം ഓപ്പൺ കോഴ്സായിട്ട്. അറബിക് ഫോർ ബിഗിനേഴ്സ് BA അഫ്സലുൽ അറബിക് പ്രോഗ്രാമിൻ്റെതല്ലാത്ത എല്ലാവർക്കും അറബിക് ഫോർ ബിഗിനേഴ്സ് എന്നുള്ള പേപ്പർ ഓപ്പൺ കോഴ്സായിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ബേസിക്സ് ഓഫ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആ ഒരു പേപ്പർ BComൻ്റെ മറ്റൊരു ഓപ്പൺ കോഴ്സ് പേപ്പറാണ്. അത് BCom പഠിക്കുന്നവർക്കല്ലാത്ത ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാം. അങ്ങനെ ഹിസ്റ്റോറിക്കൽ ടൂറിസം വരുന്നുണ്ട്, അപ്രീഷിയേറ്റിംഗ് ലിറ്ററേച്ചർ വരുന്നുണ്ട്, ബാക്കി കേരള ഇക്കോണമി പോലെ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് പോലെയുള്ള ഒരുപാട് പേപ്പറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ചെയ്യുന്ന പേപ്പർ ഏതാണോ അതല്ലാത്ത ഏതൊരു പേപ്പറും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഓപ്പൺ കോഴ്സായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഡിസ്റ്റൻസ് വിദ്യാർത്ഥികൾക്ക് ഈ 14 പേപ്പറുകളിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ അവർ സോഷ്യോളജിയാണ് പഠിക്കുന്നതെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുള്ള ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള പേപ്പർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരഞ്ഞെടുക്കാൻ പറ്റില്ല.
ഹിസ്റ്ററിയാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം എന്നുള്ള പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യാൻ പറ്റില്ല. ആ രീതിയിലാണ് ഇത് വരുന്നത്. 14 എണ്ണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്യാം. അത് നിങ്ങളുടെ പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പാരൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഡിഗ്രി ചെയ്യുന്നത് അവരുടേതല്ലാത്ത ഒരു പേപ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അതാണ് ഓപ്പൺ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 14 എണ്ണത്തിന് ഏതെങ്കിലും ഒരു പേപ്പർ പ്ലസ് പിന്നെ നിങ്ങൾക്ക് 5th സെമസ്റ്റർ ഉണ്ടാവുക 4 പേപ്പർ നിങ്ങളുടെ സബ്ജക്റ്റ് ആയിരിക്കും. അതായത് കഴിഞ്ഞ സെമസ്റ്ററിലെ പോലെ ഇംഗ്ലീഷ് പേപ്പറോ അല്ലെങ്കിൽ അഡീഷണൽ ലാംഗ്വേജ് പേപ്പറോ ഒന്നും ഇനി ഉണ്ടാവില്ല. പകരം നിങ്ങൾ BA സോഷ്യോളജിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇനി മുതൽ പഠിക്കാനുള്ളത് ഓപ്പൺ കോഴ്സും ബാക്കി 4 പേപ്പർ സോഷ്യോളജിയുടെ പേപ്പറുകളായിരിക്കും. നിങ്ങൾ ഹിസ്റ്ററിയിലാണ് ഡിഗ്രി ചെയ്യുന്നതെങ്കിൽ ഓപ്പൺ കോഴ്സ് പേപ്പർ പ്ലസ് 4 പേപ്പർ ഹിസ്റ്ററിയിലുള്ള വിഷയങ്ങളായിരിക്കും. സോഷ്യോളജിയിൽ ചെയ്യുന്നവർക്ക് അവരുടെ പേപ്പേഴ്സ്, ഹിസ്റ്ററിയിൽ ചെയ്യുന്നവർ അവരുടെ പേപ്പേഴ്സ്, അങ്ങനെ എല്ലാവർക്കും അവനവൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അവനവൻ്റെ കോഴ്സ് ഏതാണോ അതിലുള്ള പേപ്പറുകൾ മാത്രമായിരിക്കും 5th സെമസ്റ്ററിൽ ഉണ്ടാവുക. അതോടൊപ്പം ഒരു ഓപ്പൺ കോഴ്സ് പേപ്പർ, അങ്ങനെ 5 പേപ്പറുകളാണ് 5th സെമസ്റ്ററിൽ ഉണ്ടായിരിക്കുക. ചിലപ്പോൾ ചില വിഷയങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം. ഏതായാലും എല്ലാ വിഷയം പഠിക്കുന്നവർക്കും ഓപ്പൺ കോഴ്സ് എന്നുള്ള സംഗതിയുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് നിങ്ങൾ ഏതാണോ വിഷയം എടുത്തിട്ടുള്ളത് ആ വിഷയത്തിലില്ലാത്ത മറ്റൊരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും പഠിക്കാൻ എളുപ്പമുള്ളത് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ നോക്കിയിട്ടൊന്നും എന്ത് ചെയ്യരുത്, നിങ്ങൾ സെലക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് പഠിക്കാൻ കോൺഫിഡൻസ് ഉള്ള വിഷയം ഏതാണോ അതെന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കാം. പിന്നെ ഈ ഒരു ഓപ്പൺ കോഴ്സിനെ കുറിച്ച് പൊതുവെ പറയുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടുള്ള പേപ്പറുകളാണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഓപ്പൺ കോഴ്സ് പഠിക്കുന്നതിൽ ഉണ്ടാവില്ല. കുറച്ച് സിമ്പിളായിട്ട് ലഘുവായിട്ട്, അതായത് വളരെ ചെറിയ രീതിയിൽ മാത്രമേ അതിൽ നിന്നുള്ള ഭാഗങ്ങൾ വരാറുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എക്സാം ഉണ്ടാകും, എക്സാമിന് MCQ ഉണ്ട്, അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള എക്സാം ഉണ്ടാകും. ഇതിലും കൂടി പാസ്സായാൽ നിർബന്ധമാണ്. ഇതിൽ പാസ്സായാലേ ഡിഗ്രി കിട്ടുള്ളൂ. ഓപ്പൺ കോഴ്സിൽ പരാജയപ്പെട്ടാലും ഡിഗ്രി ഫെയിലായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കുക. ഓക്കെ, സാധാ പോലെ മറ്റ് വിഷയങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന വിഷയങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പൺ കോഴ്സിന് സെലക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഓപ്പൺ കോഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ വ്യത്യസ്ത കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. താങ്ക് യു.